Hi dear students, my question towards you, vector and vector. Yes, work energy power എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടു force into displacement is work. Force is a vector, displacement is a vector, work is a scalar quantity. So vector and vector, there is a chance scalar. And that product, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ പ്രോഡക്റ്റിനെ നമ്മൾ പറഞ്ഞ പേരെന്താ? സ്കേലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ്. ഇപ്പോൾ വെക്ടർ ഉണ്ട് വെക്ടർ സ്കേലാർ ആണെങ്കിൽ that product is called scalar product or dot product. Okay? Here vector product of two vectors അല്ലെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയും. ക്രോസ് പ്രോഡക്റ്റ് ഓൾറെഡി മോഷണിനെ പ്ലെയിനിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. Vector and vector, scalar or vector. If it is a vector, it is called vector product or cross product. നോക്കൂ, രണ്ട് വെക്ടറുകൾ. എ എന്ന് പറഞ്ഞൊരു വെക്ടർ, ബി എന്ന് പറയുന്ന വേറൊരു വെക്ടർ. എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എ ക്രോസ് ബി കാണണമെന്ന് വിചാരിച്ചോളൂ. സോ യു ഡ്രോ എ അലോങ് ദ സെയിം ഡയറക്ഷൻ. എ അലോങ് ദ സെയിം ഡയറക്ഷൻ. ബി എന്ന് പറയുന്ന വെക്ടറിനെ നിങ്ങൾ റിസോൾവ് ചെയ്യുന്നു. ഇവിടേക്കായിരുന്നു നമ്മുടെ ബി. ബിയെ നമ്മൾ റിസോൾവ് ചെയ്തു ദാ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട്. ദാ ഇത് ബി ആണെങ്കിൽ ബിയുടെ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഇതാരായിരിക്കും? ബി കോസ് തീറ്റ. കാരണം നമുക്കറിയാം ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബി കോസ് തീറ്റയാണ്. അപ്പോൾ ഇതാരാ? ബി സൈൻ തീറ്റയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ എഴുതിയത് കേട്ടോ. ബി കോസ് തീറ്റ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ, ബി സൈൻ തീറ്റ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ ക്രോസ് ബി? A cross B. By definition, A cross B is equal to magnitude of A into magnitude of B into sin theta. Magnitude of A into magnitude of B into sin theta into ഒരു n ക്യാപ്പ് കൂടെ ഞാൻ ഇൻസർട്ട് ചെയ്യുന്നു. എൻ ക്യാപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുമ്പോൾ സിംപ്ലി എ എന്ന് എഴുതിയാൽ പോരെ. ബിയുടെ കമ്പോണൻറ്റ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് വരുന്നു. ഇതാണ് ബേസിക് ഡെഫിനേഷൻ. ഇപ്പോൾ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. ഹിയർ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വെക്ടറാണ്, യൂണിറ്റ് വെക്ടറാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എ ബി സൈൻ തീറ്റയെ നമ്മൾ എൻ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ബി സൈൻ തീറ്റയുടെ ഡയറക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് എൻ ക്യാപ്പ്. ഇനി എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ്? എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നു തമ്പ് റൂൾ. നോക്കൂ, എ എന്ന് പറയുന്ന വെക്ടർ, ബി എന്ന് പറയുന്ന വെക്ടർ, അവർ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, സി നിങ്ങൾ അങ്ങോട്ട് എക്സ് ആക്സിസ് എന്നും ഇവിടേക്ക് വൈ ആക്സിസ് എന്നും മുകളിലോട്ട് സെഡ് ആക്സിസ് എന്നും എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ എയും ബിയും എക്സ് വൈ പ്ലെയിനിലാണ്. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഞാൻ പറഞ്ഞിട്ടില്ല. എക്സ് വൈ പ്ലെയിനിലാണ് എയും ബിയും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കിട്ടാൻ എയും ബിയും ചേർന്നുണ്ടാക്കുന്ന പ്ലെയിൻ എന്താണോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ദിസ് എൻ ക്യാപ്പിന്റെ ഡയറക്ഷൻ. ഡയറക്ഷൻ ഓഫ് എൻ ക്യാപ്പ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. ഹിയർ നിങ്ങൾ നോക്കൂ, എ ഇവിടേക്കാണ്, ബി ഇവിടേക്കാണ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ നേരെ ഔട്ട് വേർഡാണ്, ഇങ്ങോട്ട്. perpendicular to plane of the board and
outward, perpendicular to plane of the board and outward here. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, എ ക്രോസ് ബി കണ്ടാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്, ഇറ്റ് ഈസ് ആൾസോ എ വെക്ടർ. ഓക്കെ, നമ്മളതിനെ ആക്സിയൽ വെക്ടർ എന്നൊക്കെയാണ് പറയട്ടോ. ഇവിടെ നോക്കൂ, ഞാൻ വേറൊരു ഫിഗർ വെച്ച് കാണിക്കുന്നു. ഇവിടെ ഞാൻ പറയണു എ എന്ന് പറഞ്ഞ വെക്ടർ ഇതാ ഇങ്ങോട്ടാണ്, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങോട്ടാണ്. ലെറ്റ് us ഇമാജിൻ ദിസ് ഈസ് എക്സ് വൈ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ചോദിച്ചാൽ അപ്വേഡാ. ഇപ്പം ഞാൻ ഇതാ ഇവിടേക്ക് എക്സും അതുപോലെ തന്നെ ഇവിടേക്ക് വൈയും എടുക്കുന്നു. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലാണ് രണ്ട് വെക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. ഡയറക്ഷൻ ഓഫ് സി ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ നോക്കൂ, ഇതാണ് എ, ഇതാണ് ബി എന്ന് വിചാരിച്ചോളൂ. രണ്ട് ഡയറക്ഷൻ, ഇതാണ് എ, ഇതാണ് ബി. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അപ്വേഡാ. ഇപ്പോൾ നോക്കൂ, എക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് എയും ബിയും ചേർന്നുണ്ടാക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി ഈസ് എ സ്കേലാർ. ഡയറക്ഷൻ ഇല്ല അതിന്. പക്ഷേ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്കേലാർ. എ ക്രോസ് ബി ഈസ് എ വെക്ടർ. ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ബോത്ത് എ ആൻഡ് ബി. ക്ലിയർ ആയോ? ദെൻ നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബി ക്രോസ് എ എടുക്കും. ഇപ്പോൾ ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബി ക്രോസ് എ, ബി ക്രോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഇൻറ്റു സൈൻ തീറ്റ എന്ന് തന്നെ വരും, ഇൻറ്റു എൻ ക്യാപ്. ഓക്കെ, അപ്പോൾ ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ. തിരിച്ചു കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ബി ക്രോസ് എ എടുക്കുന്നു, ഇത് എ ഇത് ബി. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഔട്ട്വേഡ് അല്ലേ പറഞ്ഞത്? തിരിച്ച് ബി ക്രോസ് എ, ബി ക്രോസ് എ നോക്കൂ, ഇൻവേഡാ. അതായത് ബി ക്രോസ് എയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ബി എ സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഹിയർ ഈ എൻ ക്യാപ്പ് ഉണ്ടല്ലോ, എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതേ ഫിഗറിൽ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഇൻവേഡ് ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഇൻവേഡ്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എ ക്രോസ് ബി നമ്മൾ കണ്ടുപിടിക്കുന്നു. എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. വൈ എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ? നമുക്കറിയാം എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്താലും ബി ക്രോസ് എയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്താലും ദേ ആർ സെയിം. രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. പക്ഷേ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. റീസൺ എന്താ അറിയോ? എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എവിടേക്കാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബി ക്രോസ് എയുടെ ഡയറക്ഷൻ. അതായത് വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ? 180 ഡിഗ്രി. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിലും അവരുടെ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നു എ ക്രോസ് ബി, ആംഗിൾ ബിറ്റ്വീൻ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ ഈസ് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം ഇതാണ്. എ ക്രോസ് ബിയും വെക്ടറാണ്, ബി ക്രോസ് എയും വെക്ടറാണ്, പക്ഷേ രണ്ടുപേരുടെയും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. നമുക്കിത് ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. നമ്മുടെ IJK വെക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്കൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. ഇത് നോക്കൂ, ഞാൻ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെറ്റ്. സെറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്വേഡ് ആണ് കേട്ടോ, പുറത്തോട്ടാണ്. പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേഡ്. ലെറ്റ് us ഇമാജിൻ ലൈക്ക് ദാറ്റ്. ദെൻ എന്താണ് ഐ ക്യാപ്പ്? ദാ എക്സ് ഡയറക്ഷനിലെ വെക്ടറിനെയാണല്ലോ നമ്മൾ ഐ ക്യാപ്പ് എന്ന് പറയാറുള്ളത്, യൂണിറ്റ് വെക്ടർ. വൈ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ജെ ക്യാപ്പ് എന്ന് പറയുന്നു, ജെ ക്യാപ്പ്. യൂണിറ്റ് വെക്ടർ അലോങ് വൈ ഡയറക്ഷൻ ഈസ് ജെ ക്യാപ്പ്. അങ്ങനെയാണെങ്കിൽ പുറത്തോട്ടുള്ള ആൾ, അതായത് സെഡ് ഡിറക്ഷനിൽ വരുന്നത് ആരാണ്? കെ ക്യാപ്പ് ആണ്. ആണല്ലോ. നിങ്ങൾ നോക്കൂ, ദാ ഐ ക്രോസ് ജെ, ഐ ക്രോസ് ജെ, ഇറ്റ് ഈസ് കെ ഔട്ട്വേഡ്. ഐ ക്രോസ് ജെ ഈസ് കെ. അതായത് എങ്ങനെ വരുന്ന അറിയോ ശരിക്കും? നിങ്ങൾ നോക്കൂ, ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് എന്താ കിട്ടുക നമുക്ക്? നമ്മളിങ്ങനെ പറയണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ക്യാപ്പ് ഇൻറ്റു സൈൻ 90. എന്തുകൊണ്ടാണ് സൈൻ 90? എന്താ, ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ആയതുകൊണ്ട്. ഇൻറ്റു ഒരു എൻ ക്യാപ്പ് കൂടെ വരുന്നുണ്ടല്ലേ, എൻ ക്യാപ്പ്. അപ്പോൾ ഐ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു, കമോൺ,
1 ഇൻറ്റു, കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് 1 ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ക്യാപ്പ് അഗെയിൻ 1 ആണ്, സൈൻ 91 ആണ്, ഇൻറ്റു എൻ ക്യാപ്പ്. ഹിയർ എൻ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഐ ക്രോസ് ജെ, ഇറ്റ് ഈസ് കെ, ദാറ്റ് ഈസ് പോസിറ്റീവ് കെ. സോ റിസൾട്ട് ഓർമ്മിച്ച് വെച്ചോളൂ, ഐ ക്രോസ് ജെ ഈസ് കെ ക്യാപ്പ്. ഓക്കെ, ഐ ക്രോസ് ജെ ഈസ് കെ ക്യാപ്പ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഐ ക്രോസ് ഐ എന്തായിരിക്കും? ഐ ക്രോസ് ഐ ചെയ്യേണ്ട കാര്യമില്ല, കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് ഇൻറ്റു സൈൻ 0. എന്തുകൊണ്ടാണ് സൈൻ 0? ഐയും ഐയും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? 0 അല്ലേ? അപ്പം അതൊരു നൾ വെക്ടർ ആയിരിക്കും. അതായത് ഐ ക്രോസ് ഐ ഈസ് ഈക്വൽ ടു 0. ഓർമ്മിച്ച് വെച്ചോളൂ, ഐ ക്രോസ് ജെ ഈസ് കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ജെ ക്രോസ് കെ എന്തായിരിക്കും? ജെ ക്രോസ് ഐ ഐ ക്രോസ് ജെ ഈസ് കെ, ഐ ക്രോസ് ജെ ഈസ് കെ. അങ്ങനെയാണെങ്കിൽ ജെ ക്രോസ് ഐ എന്തായിരിക്കും? ജെ ക്രോസ് ഐ ഈസ് മൈനസ് കെ. യെസ്, മൈനസ് കെ. അതായത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ, എ ക്രോസ് ബി ഈസ് പ്ലസ് കെ ആണെങ്കിൽ ബി ക്രോസ് എ ഈസ് മൈനസ് കെ. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ ഈസ് 180 ഡിഗ്രി. കെയും മൈനസ് കെയും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് ഓർമ്മിച്ച് വെക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. നോക്കൂ, നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ വേണ്ട ഒരു സർക്കിൾ വരയ്ക്കാം. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഇതാ സർക്കിൾ. ഓർമ്മിക്കാനുള്ള എളുപ്പവഴിയാണ് പറഞ്ഞു തരുന്നത്. ഐ ക്രോസ് ജെ, ഐ ക്രോസ് ജെ ഈസ് കെ ക്യാപ്പ്. അപ്പോൾ ജെ ക്രോസ് ഐയോ മൈനസ് കെ ക്യാപ്പ്. തിരിച്ചാണെങ്കിൽ ജെ ക്രോസ് ഐ ആണെങ്കിൽ മൈനസ് കെ ക്യാപ്പ്. അപ്പോൾ ഐ ക്രോസ് ജെ ഈസ് കെ ക്യാപ്പ്. ജെ ക്രോസ് കെ എന്താണെന്ന് പറയൂ? ജെ ക്രോസ് കെ, ജെ ക്രോസ് കെ, ജെ ക്രോസ് കെ, ജെ ക്രോസ് കെ ഈസ് ഐ ക്യാപ്പ്. അപ്പോൾ കെ ക്രോസ് ജെയോ, ഇറ്റ് ഈസ് മൈനസ് ഐ ക്യാപ്പ്, ആംഗിൾ ബിറ്റ്വീൻ ദം 180 ഡിഗ്രി. അവസാനം ചോദിക്കാം, കെ ക്രോസ് ഐ എന്തായിരിക്കും? കെ ക്രോസ് ഐ, കെ ക്രോസ് ഐ ഈക്വൽ ടു കെ ക്രോസ് ഐ ഈസ് ജെ ക്യാപ്പ്. അപ്പോൾ ഐ ക്രോസ് കെയോ തിരിച്ചാണെങ്കിൽ മൈനസ് ജെ ക്യാപ്പ്. പിന്നെ നമുക്കറിയാം ഐ ക്രോസ് ഐ 0, ജെ ക്രോസ് ജെ 0. രണ്ട് വെക്ടറുകൾ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അവരുടെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐയും ജെയുമാണ് വെക്ടറെങ്കിൽ റിസൾട്ട് കെ ആണ്. അതായത് കെ ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ഐ ആൻഡ് ജെ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്ഷനെ കുറിച്ച് കൂടുതൽ പിക്ചർ കിട്ടും. നമ്മൾ ആംഗുലാർ ക്വാണ്ടിറ്റീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോർ പിക്ചർ കിട്ടും. ഈ ആംഗുലാർ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ നോളജ് കിട്ടും. ഓക്കെ, നമുക്ക് ഒന്ന് സർക്കുലാർ മോഷനിലോട്ട് തിരിച്ചു പോകാം. ആംഗുലാർ വെലോസിറ്റി. വാട്ട് ഈസ് ആംഗുലാർ വെലോസിറ്റി? ആംഗിൾ ടേൺഡ് ഇൻ യൂണിറ്റ് ടൈം ഈസ് കാൾഡ് ആംഗുലാർ വെലോസിറ്റി. നോക്കൂ, ഇവിടെ ഞാൻ ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്, ഇവിടെ എക്സ് ആക്സിസ്. അപ്പോൾ ഈ ബോർഡിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇത് വൈ ആക്സിസ് ആണ്, പുറത്തോട്ടാണ് സെഡ് ആക്സിസ്, നോട്ട് സെഡ്, എക്സ് ആക്സിസ്. മുകളിലോട്ടാണ് സെഡ് എടുത്തിരിക്കുന്നത്. ഞാനൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു, അതിൽ എക്സും വൈയും സെഡും ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത് വൈ ആണ്, ഇത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയല്ലേ നിൽക്കുന്നത്? അത് ഏത് പ്ലെയിനാ? അപ്പോൾ എക്സ് വൈ പ്ലെയിനാ, എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ ഒരു ബോഡി കറങ്ങുന്നു. ഒരു ഇൻസ്റ്റന്റൽ വെലോസിറ്റി v1, ആഫ്റ്റർ എവലൻസ് വെലോസിറ്റി v2. ഓക്കെ, ദെൻ ഈ ടേൺ ചെയ്ത ആംഗിൾ നോക്കൂ നിങ്ങൾ. അതായത് അതിനകത്ത് വരുന്ന ആംഗിൾ, ആ ടേൺ ചെയ്ത ആംഗിൾ, ഈ ആംഗിൾ, ഇറ്റ് ഈസ് ഡെൽറ്റ തീറ്റ, ഡെൽറ്റ തീറ്റ. സോ വാട്ട് ഈസ് ആംഗുലാർ വെലോസിറ്റി? ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ആക്ച്വലി അതിനെ ആവറേജ് ആംഗുലാർ വെലോസിറ്റി എന്നാണ് പറയുക. കാരണം ബോഡി റിവോൾവ് ചെയ്യുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ആവറേജ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗിൾ ടേൺഡ് ഇൻ യൂണിറ്റ് ടൈം.
അപ്പം നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ആംഗുലാർ വെലോസിറ്റി കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി, ഒരു ഇൻസ്റ്റന്റിൽ ആംഗുലാർ വെലോസിറ്റി സേ ദാ ഈ ഒരു പോയിന്റിലെ ആംഗുലാർ വെലോസിറ്റി കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ആ പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണം. അതിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ വെരി സ്മോൾ ആംഗിൾ ആയിട്ട് ചൂസ് ചെയ്യണം. സേ ഡി തീറ്റ. അതായത് ആ പോയിന്റ് ഉൾപ്പെടുത്തി നമ്മൾ ഒരു സ്മോൾ ആംഗിൾ ചൂസ് ചെയ്യണം. ദാറ്റ് സ്മോൾ ആംഗിൾ ഈസ് ഡി തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. നിങ്ങൾ ലീനിയർ മോഷനിൽ ചെയ്ത അതേ പ്രൊസീജിയർ, ദാറ്റ് ഈസ് ഡി തീറ്റ ബൈ ഡി ടി. d theta by dt is called instantaneous angular velocity. Instantaneous angular velocity. So how we can find instantaneous angular velocity? You choose a point. First of all, you choose a point. Then you take a small angle including that point. Then that small angle turned in unit time is called instantaneous angular velocity or simply angular velocity. So ഓർമ്മിച്ചു വെച്ചോളൂ, ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, ദെൻ യൂണിഫോം സർക്കുലാർ മോഷൻ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നോക്കൂ, ഈ ഫിഗറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് V1 ഈക്വൽ ടു V2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. V1 ഈക്വൽ ടു V2. എന്താ V1 ഈക്വൽ ടു V2 എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം V1 ആക്ച്വലി V1 നോട്ട് ഈക്വൽ ടു V2. എന്താ റീസൺ? കാരണം ഇവിടെ ഡയറക്ഷൻ ഇവിടേക്ക് ആണെങ്കിൽ ഇവിടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഒരു കാരണവശാലും V1ൻ്റെയും V2ൻ്റെയും ഡയറക്ഷൻ സെയിം അല്ല. ഇപ്പം സർക്കുലർ മോഷനിൽ V1 വെക്ടർ V1 ഈസ് നോട്ട് ഈക്വൽ ടു വെക്ടർ V2, നോ ഡൗട്ട്. പക്ഷേ ഇവിടെ ഞാൻ V1 ഈക്വൽ ടു V2 എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? സ്പീഡാണ് സെയിം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ Z ആക്സിസ്, ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. ബോഡി റിവോൾവ് ചെയ്യുന്നത് XY പ്ലെയിനിലാണ്. ബോഡി XY പ്ലെയിനിൽ റിവോൾവ് ചെയ്യുമ്പോൾ സ്പീഡ് സെയിം ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഡിവൈഡർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓർ ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് കറങ്ങി വരുമ്പോൾ എത്ര ആംഗിൾ ആണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ എത്ര ആംഗിളാണ് കവർ ചെയ്യുക? നിങ്ങൾ പഠിച്ച ആംഗിൾ പറയൂ. യെസ്, 2π. ഇപ്പോൾ 2π ആംഗിൾ കവർ ചെയ്തു, 0യിൽ നിന്ന് തുടങ്ങി. അപ്പോൾ 2π - 0 ബൈ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനെ പറയുന്ന പേരെന്താണ്? ടി. ഇപ്പോൾ T - 0. സോ ഒമേഗ ഈസ് ഈക്വൽ ടു നമ്മൾ 2π/T എന്ന് എഴുതാറുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു 2π/T വേർ T ഈസ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ. ഓർ ഒമേഗ ഈസ് ഈക്വൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, 2π ടൈംസ് ഫ്രീക്വൻസി എന്ന് എഴുതാം. ദിസ് ന്യൂ ഈസ് ലീനിയർ ഫ്രീക്വൻസീസ്. നമ്മൾ സിംപ്ലി ഫ്രീക്വൻസി എന്ന് പറയാറില്ലേ? ഫ്രീക്വൻസി. ഒമേഗ ഈസ് ദ ആംഗുലാർ ഫ്രീക്വൻസി, ന്യൂ ഈസ് ദ ഫ്രീക്വൻസി. സോ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു 2π ടൈംസ് ഫ്രീക്വൻസി. ക്ലിയർ അല്ലേ? അപ്പോൾ ആംഗുലാർ വെലോസിറ്റി അതിൻ്റെ യൂണിറ്റ് എന്താ? 2π/T. അതായത് ആംഗിൾ ഡിവൈഡർ ബൈ ടൈം ആണല്ലോ. സോ ദ യൂണിറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് റേഡിയൻ പെർ സെക്കൻഡ്. റേഡിയൻ പെർ സെക്കൻഡ്. യൂണിറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് റേഡിയൻ പെർ സെക്കൻഡ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ആംഗുലാർ വെലോസിറ്റി ഈസ് എ കമോൺ വെക്ടർ. ആംഗുലാർ വെലോസിറ്റി ഈസ് എ, പേരിൽ തന്നെ ഉണ്ടല്ലോ ആംഗുലാർ വെലോസിറ്റി, ഇറ്റ് ഈസ് എ വെക്ടർ. വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ? ഡയറക്ഷൻ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഈ ഫിഗറിലോട്ട് നോക്കൂ. Z ആക്സിസ്, Y ആക്സിസ്, X ആക്സിസ്. ബോഡി ഇതാ ഇങ്ങനെ കറങ്ങുന്നു. വിത്ത് റെസ്പെക്ട് ടു മീ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നു. അപ്പം ആ കറങ്ങുന്ന ഡയറക്ഷനിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് പിടിക്കണം. ഫിംഗേഴ്സ് XY പ്ലെയിനിലാണ് റിവോൾവ് ചെയ്യുന്നത്. ആ ഡയറക്ഷനിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് പിടിക്കണം. ഇപ്പം തമ്പ എവിടേക്കാ? ദ അപ്പ് ബേർഡ്. സോ ഇൻ ദിസ് കേസ് ബോഡി ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എലോങ് Z ആക്സിസ് ആയിരിക്കും. ആണോ? അതെ. കാരണം നിങ്ങൾ നോക്കൂ,
എക്സ് വൈ പ്ലെയിനിൽ റിവോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം വെലോസിറ്റി എക്സ് വൈ പ്ലെയിനിലാണ്, റേഡിയസ് എക്സ് വൈ പ്ലെയിനിലാണ്. നിങ്ങൾക്ക് അറിയാം ആംഗുലാർ വെലോസിറ്റി ആക്സിയൽ വെക്ടറാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ബോഡി റിവോൾവ് ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ എക്സ് ആക്സിസ്, സെഡ് ആക്സിസ്, വൈ ആക്സിസ്. ബോഡി റിവോൾവ് ചെയ്യുന്നത് ഏത് പ്ലെയിനിലാണ്? എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ ആ ഡയറക്ഷനിൽ നിങ്ങളുടെ എന്ത് പിടിക്കണം? ഫിംഗേഴ്സ് പിടിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തമ്പ് വിൽ ഗീവ്സ് യു ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. റിമെമ്പർ ദ പോയിന്റ്, ആംഗുലാർ വെലോസിറ്റി ഈസ് ആൻ ആക്സിയൽ വെക്ടർ. Direction of angular velocity is perpendicular to plane of rotation, perpendicular to plane of rotation or parallel to. നോക്കൂ, ഇത് റിവോൾവ് ചെയ്യുന്നത് ഏത് ആക്സിസിനെ ബേസ് ചെയ്താ? സെഡ് ആക്സിസിനെ ബേസ് ചെയ്താണെങ്കിൽ ആ ആക്സിസിന് പാരലൽ ആയിരിക്കും ആര്? ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് പാരലൽ ടു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓർ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ സാധാരണ വെലോസിറ്റിയെ പോലെയല്ല, ആംഗുലാർ വെലോസിറ്റി ഒരു ആക്സിയൽ വെക്ടറാണ്. ആ ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യൊന്നുമില്ല. ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ ബോഡിക്ക് മൂവ്മെൻ്റ് ഒന്നും പോസിബിൾ അല്ല. പക്ഷേ ബോഡി റിവോൾവ് ചെയ്യണമെന്നുള്ള ഒരു ഫീൽ കിട്ടാനാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ പറയുന്നത്. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ ബോഡി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ, ക്ലോക്ക് വൈസ് ആയിട്ട് റിവോൾവ് ചെയ്യണമെങ്കിൽ താഴേക്കാണ്. ഇപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ ഈ കേസിൽ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ താഴേക്കാണെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മുകളിലോട്ടാണ്. അപ്പോൾ നമുക്ക് ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷൻ ജനറലൈസ് ചെയ്ത് ആൾവേസ് അലോങ് സെഡ് ആക്സിസ് എന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് ആദ്യം അറിയണം ഏത് പ്ലെയിനിലാണ് ബോഡി റിവോൾവ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ, അതുപോലെ സെൻസ് ഓഫ് റൊട്ടേഷനും അറിഞ്ഞതിന് ശേഷം മാത്രമേ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പോൾ നമുക്കിതാ ഈ ഒരു പോയിന്റിലാണ് ബോഡി ഇരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒറിജിൻ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഇങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ദാ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതാ ഇവിടേക്കുള്ള ലൈൻ, ഇതാണല്ലോ ആർ വെക്ടർ ആർ. അപ്പോൾ നിങ്ങൾക്ക് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ സർക്കുലാർ മോഷനിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. V is equal to omega cross r, omega cross r. Okay, here നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഈ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ, ബോഡി ഇങ്ങനെ കറങ്ങല്ലേ എക്സ് വൈ പ്ലെയിനിൽ. അപ്പോൾ അതായത് ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇതാ ഉള്ളിലോട്ടല്ലേ വെലോസിറ്റി നിൽക്കുന്നത്, അതായത് പുറത്തോട്ട് എക്സ് ആണെങ്കിൽ ഉള്ളിലോട്ട്, അപ്പോൾ മൈനസ് എക്സ്. അപ്പോൾ വി ഇൻറ്റു നമുക്കിവിടെ മൈനസ് ഐ ക്യാപ്പ് എന്ന് കൊടുക്കാം. എന്തുകൊണ്ടാണ് മൈനസ് ഐ ക്യാപ്പ്? ഈ പോയിന്റിൽ വെലോസിറ്റി എലോങ് നെഗറ്റീവ് എക്സ് ആക്സിസ് ഈക്വൽ ടു ഒമേഗയുടെ ഡയറക്ഷൻ നമുക്ക് അറിയില്ല, അവിടെ നിൽക്കട്ടെ, ഒമേഗ അവിടെ നിൽക്കട്ടെ. ഒമേഗ ഇൻറ്റു ആറിൻ്റെ ഡയറക്ഷൻ, ഈ പോയിന്റിലെ കാര്യം നമുക്ക് പറയാം. ആർ എന്ന് പറയുമ്പോൾ എലോങ് വൈ ആക്സിസ്, സോ ആർ ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് കൊടുക്കാം. എന്തുകൊണ്ടാണ് ജെ ക്യാപ്പ്? എലോങ് പോസിറ്റീവ് വൈ ഡയറക്ഷൻ. എന്താ ഞാൻ ഇവിടെ വൈ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ഇൻറ്റു മൈനസ് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു, ഞാൻ അതിൻ്റെ ഡയറക്ഷൻ എൻ ക്യാപ്പ് എന്ന് കൊടുത്തു. എൻ ക്യാപ്പ് ഒമേഗേനെ ഞാൻ വെക്ടർ ഒമേഗേനെ ഞാൻ ഒമേഗ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എന്ന് കൊടുത്തു, ഇൻറ്റു എൻ ക്യാപ്പ് ഇൻറ്റു ആർ ഇൻറ്റു ജെ ക്യാപ്പ് ആണല്ലോ. അപ്പോൾ ഡയറക്ഷൻ മാത്രം പറയുമ്പോൾ മൈനസ് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു അതായത് ഇവിടെ വരുന്ന നോക്കൂ, എൻ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് അല്ലേ, എൻ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ്. നിങ്ങൾക്ക് അറിയാം എപ്പോഴാണ് മൈനസ് ഐ ക്യാപ്പ് റിസൾട്ടായിട്ട് വരുന്നത്? ഐ ജെ കെ ആണല്ലോ, ഐ ജെ കെ. നമ്മുടെ റിസൾട്ട് നോക്കൂ, ഐ ക്യാപ്പാണ് റിസൾട്ട്, മൈനസ് ഐ ക്യാപ്പാണ് റിസൾട്ട്. മൈനസ് ഐ ക്യാപ്പ് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇറ്റ് ഈസ് കെ ക്രോസ് ജെ അല്ലേ, കെ ക്രോസ് ജെ ആണല്ലോ മൈനസ് ഐ ക്യാപ്പ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു കെ ക്രോസ് ജെ എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, ഈ എൻ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? മൈനസ് കെ ക്യാപ്പ്. സോറി എൻ ക്യാപ്പ് ഈസ് കെ ക്യാപ്പ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രോബ്ലത്തിൽ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എലോങ് സെഡ് ആക്സിസ്. അതുകൊണ്ടാണ് ഇവിടെ നോക്കൂ, ഒമേഗ ഈസ് ഈക്വൽ ഒമേഗ കെ ക്യാപ്പ് എന്ന് കൊടുത്തിരിക്കുന്നു.
അപ്പോൾ ഡയറക്ഷനെ കുറിച്ച് നല്ല പിക്ചർ വേണേ. അപ്പോൾ ബോഡി റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആർ വെക്ടറിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ വി വെക്ടറിന്റെ ഡയറക്ഷനും മാറി 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 വരും. പക്ഷേ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആംഗുലാർ വെലോസിറ്റി ഈസ് ആൾവേസ് അലോങ് സെഡ് ആക്സിസ്. സെൻസ് ഓഫ് റൊട്ടേഷൻ മാറുമ്പോഴാണ് അതിന്റെ ഡയറക്ഷൻ മാറുന്നത്. സ്പീഡ് കൂടുന്നു കുറയുന്നു, നോ ഇഷ്യൂ, ആംഗുലാർ വെലോസിറ്റി ഈസ് അപ്വേർഡ്. ഇഷ്യൂ എപ്പോഴാണ്? സെൻസ് ഓഫ് റൊട്ടേഷൻ മാറുമ്പോൾ എന്ത് മാറും? ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വാട്ട് ഈസ് ആംഗുലാർ വെലോസിറ്റി? ആംഗിൾ ടേൺഡ് ഇൻ യൂണിറ്റ് ടൈം. വാട്ട് ഈസ് എ യൂണിറ്റ്? റേഡിയൻ പെർ സെക്കൻഡ്. Is it a vector? Yes, it is an axial vector. Direction is parallel to axis of rotation or perpendicular to plane of rotation. Angular acceleration കുറിച്ച് പറയാം. സർക്കുലർ മോഷനിൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സി, ഒരു ബോഡി റിവോൾവ് ചെയ്യുന്നു. ഏത് പ്ലെയിനാ? ഇതാ എക്സ് വൈ, അതായത് എക്സ് ഇങ്ങോട്ടാണ്, വൈ ഇവിടേക്കാണ്. അപ്പോൾ ഇതാണ് പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ. ആ എക്സ് വൈ പ്ലെയിനിലാണ് ബോഡി റിവോൾവ് ചെയ്യുന്നത്. അതാണ് ഈ ഫിഗർ. ഓക്കെ, വെലോസിറ്റി V1, V2, V3 വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം വെലോസിറ്റിയുടെ ഡയറക്ഷൻ എവിടേക്കാണ്? ടാൻജൻഷ്യൽ. ഏത് പോയിന്റിലാണോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കണം. എക്സ് വൈ പ്ലെയിനിലാണ് ബോഡി റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എവിടേക്കാണ്? മുകളിലോട്ട്. അതായത് ഇങ്ങനെ കറങ്ങുമ്പോൾ ആ ഡയറക്ഷനിൽ നിങ്ങൾ ഫിംഗേഴ്സ് വെച്ചാൽ തമ്പ് പോയിന്റ് അപ്വേർഡ്. അതും ക്ലിയർ ആണ്. ദെൻ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ബോഡി ഇതാ ഈ പോയിന്റിൽ ഇരിക്കുമ്പോൾ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ടൈപ്പ് ആക്സലറേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആക്സലറേഷൻ ഹാസ് ടു കമ്പോണൻസ്. വാട്ട് ആർ ദേ? ദാ ഇവിടേക്കുള്ള ആക്സലറേഷനെ നമ്മൾ പറയുന്ന പേര് എല്ലാവർക്കും അറിയാം, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നും, വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ വരുന്ന ആക്സലറേഷനെ നമ്മൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്നും പറയും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുത്തു, എന്നിട്ട് അതാണ് ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതാണ് നോൺ യൂണിഫോം സർക്കുലാർ മോഷൻ. ഇപ്പോൾ നോൺ യൂണിഫോം സർക്കുലാർ മോഷനിൽ സെൻട്രിപെറ്റൽ ആക്സലറേഷനും ഉണ്ട്, ടാൻജൻഷ്യൽ ആക്സലറേഷനും ഉണ്ട്. ഇതിൻ്റെ റിസൾട്ടൻറ്റിനെയാണ് നമ്മൾ സിംപ്ലി ആക്സലറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഹിയർ ആംഗുലാർ ആക്സലറേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആംഗുലാർ ആക്സലറേഷൻ. വാട്ട് ഈസ് ആംഗുലാർ ആക്സലറേഷൻ? ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ആക്കുന്നത് ആരാണോ അയാളാണ് ആംഗുലാർ ആക്സലറേഷൻ. സീ ദ ഡെഫിനിഷൻ. ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ω2 മൈനസ് ω1 ബൈ T2 മൈനസ് T1. ω2 മൈനസ് ω1 ബൈ T2 മൈനസ് T1. ദാറ്റ് ഈസ് ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. നമുക്കറിയില്ല, കറങ്ങുന്ന സമയത്ത് ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ആവാം. അതുകൊണ്ട് യൂഷ്വലി ദിസ് ആൽഫ ഈസ് ആവറേജ് ആംഗുലാർ ആക്സലറേഷൻ. ആവറേജ് ആംഗുലാർ ആക്സലറേഷൻ. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ ആംഗുലാർ ആക്സലറേഷൻ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് കാൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സലറേഷൻ. അതെങ്ങനെ കാണും? ഇൻസ്റ്റൻറ്റേനിയസ് കാണാൻ ആൽഫ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0. നിങ്ങൾ വൺ ഡയമെൻഷണൽ മോഷനിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാൻ. അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സലറേഷൻ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടിയിൽ ഡെൽറ്റ ടിയുടെ വാല്യൂ വെരി വെരി സ്മോൾ. അപ്പോൾ നമ്മളതിന് ഇതെന്ന് പറയും ഡി ഒമേഗ ബൈ ഡി ടി. ഡി ഒമേഗ ബൈ ഡി ടി ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലാർ ആക്സലറേഷൻ. നിങ്ങൾ നോക്കൂ, സർക്കുലാർ മോഷനിൽ നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ അല്ലേ മെയിൻലി ഡിസ്കസ് ചെയ്തത്. യൂണിഫോം സർക്കുലാർ മോഷനിൽ ω1ൻ്റെ മാഗ്നിറ്റ്യൂഡും ω2ൻ്റെ മാഗ്നിറ്റ്യൂഡും എന്തായിരിക്കും? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് എവിടെ മാത്രം? യൂണിഫോം സർക്കുലാർ മോഷനിൽ. യൂണിഫോം സർക്കുലാർ മോഷനിൽ ആൽഫ ഈക്വൽ ടു 0 ബിക്കോസ് ആംഗുലാർ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. സോ ആംഗുലാർ ആക്സലറേഷൻ കംസ് ഇൻ ടു പ്ലേ ഓൺലി വെൻ there is increase in angular velocity or decrease in angular velocity. രണ്ടും വരാട്ടോ, കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. നോക്കൂ, ഇപ്പം നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ഡി തീറ്റ ബൈ ഡി ടി.
ആൽഫ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡി ഒമേഗ ബൈ ഡി ടി ആണ്. അപ്പോൾ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ആൽഫ ഈക്വൽ ടു ഡി സ്ക്വയർഡ് തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഓർമ്മിക്കേണ്ട കാര്യം, ഈ ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ സ്പീഡ് കൂടണം, ആംഗുലാർ സ്പീഡ്, അല്ലെങ്കിൽ കുറയണം. ഈ ഫിഗറിലോട്ട് വരൂ. നമുക്ക് ലെറ്റസ് അസ്യൂം V1 ഈക്വൽ ടു V2, മാഗ്നിറ്റ്യൂഡ് ഓഫ് V1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് V2 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആംഗുലാർ ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. V1 ഈസ് ലെസ് ദാൻ V2. V1 ഈസ് ലെസ് ദാൻ V2. V1 ലെസ് ദാൻ V2. അതായത് ദാ ഈ പോയിന്റിൽ നിന്നും ബോഡി ഈ പോയിന്റിലോട്ട് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? കമോൺ, വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, അതായത് സ്പീഡ് ഇൻക്രീസ് ചെയ്തു. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇൻക്രീസ് ഇൻ ആംഗുലാർ വെലോസിറ്റി ഈസ് ദർ. ആംഗുലാർ വെലോസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആംഗുലാർ ആക്സലറേഷൻ ഈസ് ദർ. ആംഗുലാർ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എവിടേക്കായിരിക്കും? കമോൺ, ആംഗുലാർ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ നോക്കൂ. ഈ പോയിന്റിൽ ആംഗുലാർ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്, നോക്കൂ, ഇങ്ങോട്ട് ആരുണ്ട്? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. വെലോസിറ്റി ആ പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ ആ ഡയറക്ഷനിൽ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ട്. ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ വരുന്ന ആക്സലറേഷനാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്താ ചെയ്യുന്നത്? ബോഡി റിവോൾവ് ചെയ്യുന്ന സമയത്ത് അയാളുടെ സ്പീഡ് കൂട്ടുന്ന ആക്സലറേഷനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഈ ടാൻജൻഷ്യൽ ആക്സലറേഷനും സെൻട്രിപെറ്റൽ ആക്സലറേഷനും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? യെസ്, ഇറ്റ് ഈസ് 90 ഡിഗ്രി. സെൻട്രിപെറ്റൽ ആക്സലറേഷനും ടാൻജൻഷ്യൽ ആക്സലറേഷനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അതിൻ്റെ റിസൾട്ടൻറ്റിനെയാണ് നമ്മൾ യൂഷ്വലി ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ആംഗുലാർ ആക്സലറേഷനെ കുറിച്ചാണ്. അപ്പോൾ ദാ ഈ കറങ്ങുന്ന ബോഡി, ഈ കറങ്ങുന്ന ഡയറക്ഷനിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഫിംഗേഴ്സ് വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയെ പോലെ തന്നെ ആംഗുലാർ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എവിടേക്കായിരിക്കും? ദാ കറങ്ങുന്ന പ്ലെയിൻ ഉണ്ടല്ലോ, XY പ്ലെയിൻ, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ടാണ് ആൽഫ ഈസ് ഈക്വൽ ആൽഫ കെ ക്യാപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്. കെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെറ്റ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ XY പ്ലെയിനിൽ ബോഡി റിവോൾവ് ചെയ്യുന്നു. റിവോൾവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. ആ കേസിൽ ഓർമ്മിച്ചു വെച്ചോളൂ, ആംഗുലാർ ആക്സലറേഷൻ ഈസ് എ വെക്ടർ. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ഓർ പാരലൽ ടു ഇതാണ് ആക്സിസ്. XY പ്ലെയിനിൽ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണല്ലോ ആക്സിസ്. ആക്സിസിന് പാരലലായിരിക്കും. റിവോൾവ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ അറിയേണ്ട കാര്യം, ആൽഫ ഈസ് ദർ ഓൺലി വെൻ ഒമേഗ ഈസ് ചേഞ്ചിങ്. ക്ലിയർ ആണല്ലോ? ഒരിക്കലും തെറ്റിപ്പോരുത് കേട്ടോ. ടാൻജൻഷ്യലാണ് ആംഗുലാർ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയരുത്. ടാൻജൻഷ്യലായി വരുന്ന ആക്സലറേഷൻ ടാൻജൻഷ്യൽ ആക്സലറേഷൻ, അത് നമ്മുടെ ആക്സലറേഷൻ്റെ കമ്പോണൻ്റ് ആണ്. അതുപോലെ സെൻട്രലോട്ടുള്ള കമ്പോണൻറ്റിനെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയും. അത് രണ്ടുമല്ല ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ഒമേഗ ചേഞ്ച് ചെയ്യുന്നത് ആരാണോ അയാളെ പറയുന്ന പേരാണ് യെസ് ടാൻജൻഷ്യൽ ഫോഴ്സ് കറസ്പോണ്ടിങ് ആയി വരുന്ന ആക്സലറേഷനെയാണ് നമ്മൾ ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ട് ടൈപ്പും നോക്കാം. സ്പീഡ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, സ്പീഡ് കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. ആക്സലറേറ്റഡ് സർക്കുലാർ മോഷനിൽ ആൽഫയുടെ ഡയറക്ഷൻ എവിടേക്കായിരിക്കും? ആംഗുലാർ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എവിടേക്കായിരിക്കും? നോക്കൂ, ഇതാ വൈ ആക്സിസ്, എക്സ് ആക്സിസ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബോഡി റിവോൾവ് ചെയ്യുന്നത് XY പ്ലെയിനിലാണ്. അതായത് ഇതാണ് പ്ലെയിൻ. ഓക്കെ, XY പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ട്? Z ആക്സിസ് ഉണ്ട്. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാരലൽ ടു Z ആക്സിസ്, പെർപെൻഡിക്കുലർ ടു XY പ്ലെയിൻ. ക്ലിയർ അല്ലേ? ഇതാ ബോഡി റിവോൾവ് ചെയ്യുന്നു. ഏത് പ്ലെയിനിൽ? XY പ്ലെയിനിൽ. ഇപ്പം നമുക്കൊരു ഇൻസ്റ്റൻറ്റിൽ എന്ത് വേണം? നമുക്ക് വെലോസിറ്റി വേണം. വെലോസിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ ആ പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കും. അപ്പോൾ ഇതാണ് ആരുടെ ഡയറക്ഷൻ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ. വെലോസിറ്റി ഈസ് എ വെക്ടർ, ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ടാൻജൻഷ്യൽ. എവിടെയാണോ നിങ്ങൾക്ക് വെലോസിറ്റി വേണ്ടത് ആ പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കണം. അത് ക്ലിയർ ആണ്. ദെൻ നോക്കൂ, ആക്സലറേഷനും മാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് ഏത് ആക്സലറേഷൻ ആയിരിക്കും? സെൻട്രിപെറ്റലാണോ അതോ നെറ്റ് ആക്സലറേഷൻ ആണോ അതോ ആംഗുലാർ ആക്സലറേഷൻ ആണോ? നോ ഡൗട്ട് ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ടാൻജൻഷ്യൽ ആക്സലറേഷൻ, വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ വരുന്ന ആക്സലറേഷനാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. നിങ്ങൾക്കറിയാം സെൻട്രലോട്ടുള്ള ആക്സലറേഷനെ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന റിസൾട്ടൻ്റ് ഉണ്ടല്ലോ അതിനെയല്ലേ നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഡൗട്ടില്ലല്ലോ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റിയും ടാൻജൻഷ്യൽ ആക്സലറേഷനും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പാർട്ടിക്കിൾ ഈസ് സ്പീഡിങ് അപ്പ്, സ്പീഡ് കൂടും. അങ്ങനെയാണെങ്കിൽ ബോഡി ഇതാ അവിടെ നോക്കൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. എക്സ് വൈ പ്ലെയിനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ ഒമേഗയുടെ ഡയറക്ഷൻ എവിടേക്കാണ്? ഒമേഗ ഈസ് എൻ ആക്സിയൽ വെക്ടർ. ഡയറക്ഷൻ ഓഫ് ഒമേഗ ഈസ് അലോങ് സെഡ് ആക്സിസ്, എക്സ് വൈ പ്ലെയിന് പെർപെൻഡിക്കുലർ. വാട്ട് അബൌട്ട് ആൽഫ? ഡയറക്ഷൻ ഓഫ് ആംഗുലാർ ആക്സലറേഷൻ ഈസ് ആൾസോ പാരലൽ ടു സെഡ് ആക്സിസ്, ദാറ്റ് ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഒമേഗ. അതുകൊണ്ടാണ് ഒമേഗയും ആൽഫയും നമ്മളവരെ പറയുന്ന പേര് ആക്സിയൽ വെക്ടർ എന്നാണ്. കാരണം കറങ്ങുന്ന ആക്സിസിന് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പാരലലായിരിക്കും. ഇപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സലറേഷൻ, ഇങ്ങോട്ടുള്ളത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ, ഇവിടേക്കുള്ളത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ടുവേർഡ്സ് സെൻട്രലോട്ടുള്ളത്. ഇനി ആക്സിസിന് പാരലലായിട്ട് ആര് വരുന്നു? ആൽഫ വരുന്നു. അല്ലെങ്കിൽ കറങ്ങുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ആൽഫ വരുന്നു. ആൽഫ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒമേഗയുടെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒമേഗയുടെ ഡയറക്ഷനാണ്, അപ്വേഡ്. അപ്വേഡ് മീൻസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ റൊട്ടേഷൻ, perpendicular to plane of rotation, that is perpendicular to xy plane, that is z axis. Okay, decelerated circular motion. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ഇൻസ്റ്റൻറ്റിൽ ബോഡി ഈസ് ഹിയർ, വെലോസിറ്റി ദാ ബോഡി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടാൻ നിങ്ങളവിടെ ടാൻജൻറ്റ് വരച്ചു. ദാ വെലോസിറ്റി മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ടാൻജൻഷ്യൽ ആക്സലറേഷൻ? നോക്കൂ, വെലോസിറ്റിക്ക് ഓപ്പോസിറ്റാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിക്ക് എഗെയിൻസ്റ്റ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ വന്നാൽ എന്ത് സംഭവിക്കും? സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നു. പാർട്ടിക്കിൾ ഈസ് സ്ലോയിങ് ഡൗൺ. ക്ലിയർ ആയില്ലേ? ഈ സർക്കിളിൻ്റെ സെൻറ്റർ, സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് വൈ പ്ലെയിനിലാണ്, നേരത്തെ പോലെ തന്നെ എക്സ് വൈ പ്ലെയിനിലാണ്. ആ എക്സ് വൈ പ്ലെയിനിലുള്ള സർക്കിളിൻ്റെ സെൻറ്ററിലോട്ടുള്ള ആക്സലറേഷൻ ആരാണ്? ഇറ്റ് ഈസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഓക്കെ, സെൻറ്ററിലാണ് കേട്ടോ, അതായത് സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട്. ദെൻ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ ഇതാണ് ആരുടെ ഡയറക്ഷൻ? ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. ആക്സലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആവും. ഞാൻ സർക്കുലർ മോഷൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി വാട്ട് അബൌട്ട് ആംഗുലാർ ആക്സലറേഷൻ? സ്റ്റിൽ ബോഡി ഇതാ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റിവോൾവ് ചെയ്യുന്ന കേസിൽ സ്റ്റിൽ ആൽഫ ഈസ് എലോങ് സെഡ് ആക്സിസ്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ ഒമേഗയുടെ ഡയറക്ഷനും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ഒമേഗ ആൻഡ് ആൽഫ ആർ ആക്സിയൽ വെക്ടേഴ്സ്. their direction is parallel to axis of rotation or perpendicular to plane of rotation. ക്ലിയർ അല്ലേ? സർക്കുലർ മോഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആംഗുലാറും അതുപോലെ ലീനിയറും ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് നോക്കാം നമുക്ക്. എന്താ, ഒരു ബോഡി ഇനീഷ്യലി ഹിയർ, ബോഡി റിവോൾവ് ചെയ്യുന്നു, റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഇതാണ് സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ, ഇങ്ങനെ കറങ്ങുന്നു. ഡെൽറ്റ ടി ടൈമിൽ കവർ ചെയ്തിട്ടുള്ള ആംഗിളാണ് ഡെൽറ്റ തീറ്റ. ഇത്രയും ദൂരം കവർ ചെയ്തപ്പോൾ ടേൺ ആയിട്ടുള്ള ആംഗിളാണ് ഡെൽറ്റ തീറ്റ. അതിനെടുക്കുന്ന ടൈം ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ എസ് ഈസ് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആംഗിൾ ഈസ് ഈക്വൽ ടു
ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആർക്ക് ലെങ്ത്തും ഡിസ്പ്ലേസ്മെൻറ്റും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആക്കി എടുക്കാം. ആക്ച്വലി ഈ ലെങ്ത് ഉണ്ടല്ലോ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് അസ്യൂം ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ഇക്വേഷൻ ഈസ് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അപ്പോൾ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി, ലെഫ്റ്റ് സൈഡിൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ റൈറ്റ് സൈഡിലും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ആണ് ഇതാ വെലോസിറ്റി. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ് ഒമേഗ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഒന്ന് ഓർമ്മിച്ച് വെക്കണം. വെലോസിറ്റി വി ഈസ് ഈക്വൽ ആർ ഒമേഗ. അതിനെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ദിസ് ഡെൽറ്റ തീറ്റ ഷുഡ് ബി വെരി വെരി സ്മോൾ, ഡെൽറ്റ എസ് ഷുഡ് ബി വെരി 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 സ്മോൾ. ശരിക്കും നമ്മൾ ഇങ്ങനെ പറയും, ഡി എസ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഈ റിലേഷൻഷിപ്പ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നു. വി ഈസ് ഈക്വൽ ടു എക്സാക്ട് റിലേഷൻ ഈസ് ഒമേഗ ക്രോസ് ആർ. നമ്മൾ സർക്കുലർ മോഷനിൽ ഡിറൈവ് ചെയ്തതാണ്. നോട്ട് വി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ഒമേഗ ഈസ് റോങ്. വെലോസിറ്റി വി ഈസ് ഈക്വൽ ഒമേഗ ക്രോസ് ആർ ഈസ് കറക്റ്റ്. ഓക്കെ, ആർ ക്രോസ് ഒമേഗയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. ഒമേഗ ക്രോസ് ആർ ഈസ് നോട്ട് ഈക്വൽ ടു ആർ ക്രോസ് ഒമേഗ. ആംഗിൾ ബിറ്റ്വീൻ ഒമേഗ ക്രോസ് ആർ ആൻഡ് ആർ ക്രോസ് ഒമേഗ ഈസ് 180 ഡിഗ്രി. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് കാണുന്നു? ടാൻജൻഷ്യൽ ആക്സലറേഷൻ. സ്പീഡ് ചേഞ്ച് ആക്കുന്ന ആക്സലറേഷനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഡി വി ബൈ ഡി ടി. ഇവിടെ വെക്ടർ സിമ്പിൾ ആവിൻ്റെ ആവശ്യമില്ല, കാരണം സ്പീഡാണ് ചേഞ്ച് ആക്കുന്നത്. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇസ് ഈക്വൽ ഡി വി ബൈ ഡി ടി. വിക്ക് പകരം നമ്മൾ ആർ ഒമേഗ കൊടുക്കുന്നു. അപ്പോൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എ ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്, സർക്കിളിൻ്റെ റേഡിയസ് ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, ഇൻറ്റു ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? ഡി ഒമേഗ ബൈ ഡി ടി എടുത്തു, കാരണം ഡെറിവേറ്റീവ് എടുത്തു. ഈ ഡി ഒമേഗ ബൈ ഡി ടി ആണല്ലോ നമ്മുടെ ആൽഫ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ആൽഫ കാണാനുള്ള ഇക്വേഷൻ വരുന്നു. ആൽഫയും ടാൻജൻഷ്യൽ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷനാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ആർ ആൽഫ. ഒരിക്കലും നിങ്ങൾ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ആർ ആൽഫ എന്ന് പറയരുത്. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ആർ ആൽഫ എന്നാണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ആർ ഒമേഗ, ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ആർ ആൽഫ. ഇതുപോലെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എല്ലാവർക്കും അറിയാം. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്, വി സ്ക്വയർ ബൈ ആർ. സർക്കുലർ മോഷനിൽ നമ്മൾ ചെയ്തതാണ്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഈ റിലേഷൻഷിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇനി അങ്ങ് ഓർമ്മ ഉണ്ടാവണം, കാരണം നമ്മളിനി കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. ആംഗുലാർ മൊമെൻറ്റം, ടോർക്ക്, ആംഗുലാർ ഇമ്പൾസ്, അങ്ങനെ പുതിയ പുതിയ ക്വാണ്ടിറ്റീസ് വരാൻ പോവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ല പിക്ചർ ഉണ്ടാവണം, ഡയറക്ഷനെക്കുറിച്ച് ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം. എന്ത് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ നമ്മളോട് ചോദിക്കണം, സാർ ഈ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എനിക്ക് ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞു തരണം. ഷുവറായിട്ട് നമ്മൾ പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റവും ടോർക്കുമാണ് നെക്സ്റ്റ് ടോപ്പിക്സ്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾക്ക് സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ, വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷനൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഹോംവർക്ക് തരാം. ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കൂ. എ തിൻ റോഡ് of length L lying along x-axis. Thin rod lying along x-axis. അപ്പോൾ ഫിഗർ ഒന്ന് വരയ്ക്കാൻ ഞാൻ x-axis y-axis മാർക്ക് ചെയ്തു. ഒരു റോഡ് അതേ ഡയറക്ഷനിലുണ്ട്. ഈ എൻഡ് 0 എന്നും റൈറ്റ് എൻഡ് L എന്നും എടുത്തോളൂ. A thin rod of length L lying along x-axis with its ends at x equal to 0. കറക്റ്റാണ്. And x equal to L, അതും കറക്റ്റാണ്. Its linear density lambda varies with x. ലാംഡ തന്നിരിക്കുന്നു. എന്താ റിലേഷൻഷിപ്പ്? ലീനിയർ ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഡി എം ബൈ ഡി എക്സ്. ഡി എം ബൈ ഡി എക്സിനല്ലേ നമ്മൾ ലാംഡ എന്ന് പറയുന്നത്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് കെ ഇൻറ്റു അവർ തന്നിരിക്കുന്നു എക്സ് ബൈ എൽ ഓൾ ടു ദ പവർ എൻ. ഓക്കെ, കെ ഇൻറ്റു എക്സ് ബൈ എൽ ഓൾ റേസ് ടു എൻ, വേർ
n can be 0 or any positive number. എന്നിൻ്റെ വാല്യൂ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കൂ. n can be 0 or any positive number. k ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. ഈ k ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്നിൻ്റെ വാല്യൂ 0 വരാം, എനി പോസിറ്റീവ് നമ്പർ വരാം. അപ്പോൾ ഇഫ് പൊസിഷൻ ഓഫ് എക്സിഎം ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ റോഡ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് n. ഗ്രാഫ് ആരൊക്കെ തമ്മിലാണ്? എക്സ് സി എം ആൻഡ് n അഗെയിൻസ്റ്റ് n. ഇപ്പം നോക്കൂ, ഇവിടെ എക്സ് സി എം എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് ആണ് ഒറിജിനായിട്ട് ചൂസ് ചെയ്തത്. ഇതാണ് എൽ. ഒരു കാര്യം ഉറപ്പാണ്, ഈ സീറോയിനും എല്ലും ബൗണ്ടറി അതിനുള്ളിലാണ് സെൻറ്റർ ഓഫ് മാസ് വരേണ്ടത്. പക്ഷേ എന്നിൻ്റെ വാല്യൂ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 0 കൊടുത്താൽ x/l all raised to n. 0 കൊടുത്താൽ എന്ത് വരും? x/l all raised to 0, ദാറ്റ് ഈസ് 1. അപ്പോൾ നമുക്ക് എന്ത് വരും? k, ലാംഡയുടെ വാല്യൂ k ആണല്ലോ. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് എൻഡിൽ തന്നെ ഒരു ലീനിയർ ഡെൻസിറ്റി ഉണ്ട്. പക്ഷേ റൈറ്റിലോട്ട് വരുന്തോറും ലീനിയർ ഡെൻസിറ്റി എക്സിനനുസരിച്ച് കൂടി വരുന്നു ആണല്ലോ. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണെങ്കിൽ നോക്കൂ, ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് വരും. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഈ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് 0-യിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയാണ് കൃത്യമായി വരുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആരുടെ വാല്യൂ അറിയണം? എന്നിൻ്റെ വാല്യൂ അറിയണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വിത്തിൻ ദ ബൗണ്ടറി 0ക്കും എല്ലിനും ഇടയിലായിരിക്കും ആര് വരുന്നത്? സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. നമ്മൾ ആരൊക്കെ തമ്മിൽ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്? ഏത് പോയിന്റിലാണോ സെൻറ്റർ ഓഫ് മാസ് വരുന്നത് ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനും എന്നും. ഇപ്പോൾ എൻ മാറിയാൽ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ആവും. ഓക്കെ, പക്ഷേ ഏതുവരെ ഷിഫ്റ്റ് ആവുള്ളൂ? കമോൺ, ഏതുവരെ മാക്സിമം ഷിഫ്റ്റ് ആവാൻ പറ്റൂ? എൽ വരെ, റോഡിൻ്റെ എൻഡ് വരെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഗ്രാഫാണ് എക്സ് സി എമ്മും എന്നും തമ്മിലുള്ള ഗ്രാഫ്? അപ്പം നോക്ക്, നിങ്ങൾ എല്ലാ ഗ്രാഫുകളും എക്സ് സി എം എൻ, എക്സ് സി എം എൻ അവർ തമ്മിലാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രാഫിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും? ഗ്രാഫ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ ഗ്രാഫ് എൻഡ് ചെയ്യുന്നത് എവിടെ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ്ലി ആസ്ക്ഡ് JEE ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഇക്വേഷൻ ഉപയോഗിക്കാതെ തന്നെ ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ സ്ഥിരം ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താണോ അതിൻ്റെ ചോയ്സ് ഒന്ന് നമ്മുടെ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സൊല്യൂഷൻ എഴുതി ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരൂ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിലും വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അവർ തിയറി പഠിക്കുന്നതിൽ എല്ലാ കുട്ടികൾക്കും നല്ല താല്പര്യമുണ്ട്. പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പോൾ പല കുട്ടികളും ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നെവർ ഡു ദാറ്റ്. എന്താ കാരണം അറിയോ? കാരണം പ്രോബ്ലം സോൾവിങ് സ്കില്ല് വന്നാലേ നമുക്ക് സബ്ജക്റ്റിനെ സ്നേഹിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ആംഗുലാർ മൊമെൻറ്റം ടോർക്കുമായിട്ട്. ഓക്കെ, ബൈ.